മഞ്ജു വാര്യന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഇവിടെയുള്ള തൃശ്ശൂർ റൗണ്ടിലുള്ള ആകാശപാതയുണ്ട്. അപ്പൊ ആകാശപാതന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറിയിട്ട് നമുക്ക് അതിന്റെ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കാണാം. ഒത്തിരി ആൾക്കാർ കയറുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ. അപ്പൊ എന്താ വെച്ചാൽ റോഡ് ക്രോസ് ചെയ്യണ്ട, നമുക്കിത് ഫുള്ളായിട്ട് റൗണ്ട് കൊടുത്തിരിക്കും ആകാശപാത. അപ്പൊ ഓരോ സ്ഥലത്തും ഇറങ്ങാനുള്ളത്. അപ്പൊ മറ്റേ ഇതിന്റെ ആ റൗണ്ട് കട്ട് ചെയ്യേണ്ട ആൾക്കാർ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആകാശപാതയാണ്. അപ്പൊ ആൾക്കാർ ഇതിൽ കയറിയിട്ട് ഇറങ്ങുന്നതൊക്കെ നമുക്കത് കാണാം, ആകാശപാതയിൽ കാണാം. ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റെപ്പ് കയറിയില്ല കേട്ടോ. നമ്മള് സ്റ്റെപ്പ് കയറാണ്ട് നമ്മള് ലിഫ്റ്റിലാണ് ഇപ്പൊ നമ്മള് പോകുന്നത്. അപ്പൊ നമ്മള് ആകാശപാതയിലേക്ക് പോകാം. നമ്മൾ ആകാശപാതയിൽ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും എൻട്രി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ എന്താ പറയുക പച്ചക്കറി മാർക്കറ്റിലേക്കുള്ള എൻട്രിയുടെ അവിടെ എടുത്ത് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റേ സ്റ്റെപ്പുകളും ഉണ്ട്. വയ്യാത്ത ആൾക്കാർക്ക് സ്റ്റെപ്സ് പോവാം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് നമ്മുടെ പച്ചക്കറി മാർക്കറ്റാണിത്. വഴിയോര കച്ചവടം. തൃശ്ശൂർ സ്കൈ വാക്കാണിത്, അല്ലെങ്കിൽ ശക്തൻ നഗർ സ്കൈ വാക്ക്. കാൽനട യാത്രക്കാർക്കുള്ള ഒരു സ്കൈ വാക്കാണിത്. ഇത് ഇന്ത്യയിലെ കേരളത്തിലെ തൃശ്ശൂരിലെ ശക്തൻ തമ്പുരാൻ നഗറിൽ കടന്നു പോകുന്ന 4 റോഡുകളെ ബന്ധിപ്പിക്കുന്നു. വൃത്താകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇത് കേരളത്തിലെ ഏറ്റവും നീളമേറിയ സ്കൈ വാക്കാണ്. 279 മീറ്റർ ചുറ്റളവുണ്ട്. 2023 ഓഗസ്റ്റിൽ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു. അപ്പോൾ നമ്മൾ പാതയിൽ നമ്മൾ എൻട്രി ചെയ്തു. അപ്പോൾ നമ്മൾ പോയപ്പോൾ വെജിറ്റബിൾ മാർക്കറ്റ് വഴിയാണ് നമ്മൾ കയറിയത്. അത് നമുക്ക് ഇങ്ങനെ ആകാശപാത എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെട്ടൊരു ഐറ്റമാണ് ഈ സംഭവം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ട്രാഫിക്കിൻ്റെ ഇടയിൽ നിന്ന് അതിലൂടെ പോകാതെ നമുക്ക് രക്ഷപ്പെട്ട് നമുക്കിതിൽ കയറിയിട്ട് നമുക്ക് ഓരോ സ്ഥലത്ത് ഇറങ്ങാനുള്ള എൻട്രി ഉണ്ട്. അതായത് ഒരു സ്ഥലത്ത് മാത്രം എൻട്രി, വേറെ സ്ഥലത്ത് ഇറങ്ങുക, അങ്ങനെയല്ല. അതിന് എല്ലാ സ്ഥലത്തും എൻട്രി. ഇതിപ്പോൾ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഇതിന് നമ്മൾ കയറി വന്ന് ആ എൻട്രിയാണിത്. നമുക്ക് അങ്ങോട്ട് പോവാം വരും. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ വേറെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഫുൾ AC ആണിത്. ഫുൾ 2 സൈഡിലും ഗ്ലാസ് ഇട്ടിട്ട് ഫുൾ AC-യിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സേഫാണ് നമുക്ക് എന്തായാലും. അത് മാത്രമല്ല പുറത്തുള്ള ഒരു ശബ്ദങ്ങളും നമുക്കിതിനുള്ളിൽ കേൾക്കില്ല. കാരണം മൊത്തം സൈഡിൽ ഈ മറ്റേ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ്. അത് മാത്രമല്ല എല്ലാവർക്കും നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. നല്ല സുഖമാണ്. നമ്മള് ഇത് നമ്മളിപ്പോൾ പച്ചക്കറി വെജിറ്റബിൾ എൻട്രിയിലൂടെ നമ്മൾ കയറി. വെജിറ്റബിൾ ഇതിപ്പോൾ മറ്റേ ഫിഷ് മാർക്കറ്റിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഇത് ഫിഷ് മാർക്കറ്റിലേക്കുള്ള വഴി. അപ്പോൾ അങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്ക് ആവശ്യപ്രദമായിട്ടുള്ള നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് എല്ലാ സ്ഥലത്തേക്കും എൻട്രി കൊടുത്തിട്ടുണ്ട് അവർ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്. കാരണം ഒരു സൈഡ് കൂടെ ആ സൈഡ് കൂടെ ഇറങ്ങില്ല. അപ്പോൾ ഇതിലെ ഫിഷ് മാർക്കറ്റിൽ ഇറങ്ങാനുള്ള വഴിയാണിത്. ഇവിടെയും അതുപോലെ തന്നെ സ്റ്റെപ്പും ഉണ്ട്, അതുപോലെ ലിഫ്റ്റും ഉണ്ട്. അപ്പോൾ വയ്യാത്തവർക്ക് ഈ ലിഫ്റ്റിൽ പോവാം. അപ്പോൾ ആൾക്കാർ ഇറങ്ങി കയറിയിട്ട് ലിഫ്റ്റിൽ ഇത് ഇറങ്ങുന്നത്. എല്ലായിടത്തും CC ക്യാമറ വെച്ചിട്ടുണ്ട്. ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇത് ഹൈവേ ആണ് കേട്ടോ. അത് ഹൈവേ. ഇവിടെയൊക്കെ ഒരുപാട് ട്രാഫിക് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ആകാശപാത. അതുപോലെ ഈ ആകാശപാതയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ പൂരം കാണാൻ സൗകര്യമാണെന്ന് പറയുന്നുണ്ട്.
നമ്മൾ ആദ്യം വെജിറ്റബിൾ എൻട്രി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റേ ഫിഷ് മാർക്കറ്റിലേക്കുള്ള എൻട്രി കഴിഞ്ഞു. ഇപ്പോൾ ഇത് നമ്മുടെ ശക്തൻ ബസ് സ്റ്റാൻഡിലേക്കുള്ള എൻട്രി കേട്ടോ. അങ്ങനെ എല്ലാ സ്ഥലത്തേക്കുള്ള എൻട്രികൾ കൊടുത്തിട്ടുണ്ട് ഇവർ. ഇവിടെ ലിഫ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഇറങ്ങിപ്പോലുള്ള സ്റ്റെയറേഴ്സും ഉണ്ട്. രണ്ടും കൊടുത്തിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും നല്ലൊരു കാര്യമാണത്. കാരണം എന്താ വെച്ചാൽ വയ്യാത്ത ആൾക്കാർക്കും ഇപ്പം അതിലേ വന്നാലും കയറാം, ഇതിലേ വന്നാലും കയറാം. അതിൽ ഏതിലൂടെ വരുന്ന വെച്ചാൽ നമുക്ക് സാധനങ്ങൾ മേടിച്ച് പോവാം. ട്രാഫിക്കില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ, വണ്ടികളിലെ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് പോകാൻ പറ്റും. ഈ റൗണ്ട് കണ്ടോ, ഈ റൗണ്ടിൽ എന്ന് പറഞ്ഞാൽ 4 ഭാഗത്തു നിന്നാണ് വണ്ടികൾ വരുന്നത്. 4 ഭാഗത്തു നിന്ന് വന്നിട്ടും റൗണ്ട് ചെയ്തിട്ടാണ് ഓരോ സ്ഥലത്തേക്ക് പോകുന്നത്. എറണാകുളം റൂട്ടിലേക്ക്, തൃശ്ശൂർ, അതുപോലെ തന്നെ മറ്റേ ഈ ഗുരുവായൂർ റൂട്ടിലേക്ക്, അങ്ങനെ ഓരോ റൗണ്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യം. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ആകാശപാത. പിള്ളേർക്കൊക്കെ നല്ല രസമാണ് അതിന് മുകളിൽ കൂടെ വരാമെന്ന് പറയുമ്പോൾ. ഇതിപ്പോൾ നമ്മൾ 3 എൻട്രി കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ ഇതിപ്പോൾ എക്സ്ക്യൂഷൻ ഗ്രൗണ്ടിലേക്കുള്ള എൻട്രിയാണ് ഇപ്പോൾ ഇതല്ല. അപ്പോൾ ഇത് 4ാമത്തെ എൻട്രിയാണിത്. ആ 4ാമത്തെ എൻട്രിയിലും ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ലിഫ്റ്റിൽ വേണ്ടവർക്ക് ലിഫ്റ്റ്, അതുപോലെ തന്നെ സ്റ്റെയർവേഴ്സ്, എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് എക്സിക്യൂഷൻ ഗ്രൗണ്ടിലേക്കുള്ള വഴിയാണ്. ഇവിടെയാണ് ഒരുവിധം എക്സിക്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ മാർക്കറ്റിലേക്കുള്ള വഴിയിൽ നമ്മൾ എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ മൊത്തം 4 എൻട്രി ഉണ്ട് ഇതിൽ. ഈ 4 എൻട്രിയിലൂടെ നമുക്ക് കയറാം. നമ്മുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് നമുക്ക് ആ എൻട്രിയിലൂടെ വന്ന് കയറി നമ്മുടെ കാര്യങ്ങളെല്ലാം ട്രാഫിക് ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി സംഭവമാണ് എന്തായാലും ഈ ആകാശപാത എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരുപാട് സൗകര്യമായിട്ടുള്ളൊരു ആകാശപാതയാണ്. ആകാശപാത എങ്ങനെ ഉണ്ടെന്ന് പറ. നല്ല രസമുണ്ട്, ഇഷ്ടമായി. അതൊക്കെ എ സി ഒക്കെ സൂപ്പറായി അല്ലേ? നിങ്ങൾ എന്നും കൂടെ വരാറുണ്ടോ? എന്ന് വരാറുണ്ട്. അപ്പൊ നീയിപ്പോ അത് കൂടെ ഓടി നടന്നിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലേ? നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് പോവാ. അത് കൂടെ ഓക്കെ. മക്കളെ എത്രയാണ് പഠിക്കുന്നത് നിങ്ങള്? 8ൽ. എന്നിട്ട് പേര്? ധനുജ്, അഭിനവ്, സൗരവ്, നിഹാൻ. ഏത് സ്കൂളാണ് പഠിക്കുന്നത്? കാൽഡിയൻ. നീയോ? കാൽഡിയൻ സ്കൂൾ. ഓക്കെ ഓക്കേടാ മക്കളെ, അടിപൊളി. ശരി. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇതായിട്ട് സൗകര്യമായി. അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. ഇത് കൂടെ കയറി വന്ന് പിന്നെ സെൻട്രൈസ് കൂടി വെച്ചപ്പോൾ അടിപൊളിയെന്ന് പറഞ്ഞവർ. അപ്പോൾ അവർക്ക് തന്നെ അടിപൊളിയായിട്ട് പോകാൻ പറ്റും. അപ്പോൾ അവർക്കൊക്കെ സൗകര്യമാണ് അതൊക്കെ. എന്തായാലും സൂപ്പറുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത വെജിറ്റബിൾ മാർക്കറ്റിലെ വഴിയിൽ തന്നെ നമ്മൾ വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലൂടെ തന്നെ ഇറങ്ങാം. നമ്മൾ കയറി വന്ന് എൻട്രിയാണിത്. വെജിറ്റബിൾ മാർക്കറ്റിലുള്ള വഴിയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. മൊത്തം 4 എൻട്രി ഉണ്ട് ഇതിന്. എല്ലാവർക്കും സൗകര്യമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.